എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സിക്സ് ഓഫ് കപ്സിന്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. സെവൻ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ത്രീ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. സെവൻ ഓഫ് പെന്റക്കിൾസ്, ഫൈവ് ഓഫ് പെന്റക്കിൾസ്, നൈറ്റ് ഓഫ് വാൺസ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ് നോക്കാം. സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ആദ്യമേ വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള മെമ്മറികൾ ഉണ്ടാവുന്നൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ഗൃഹാതുരത്വം അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ട്. സന്തോഷകരമായ ഓർമ്മകൾ, നിങ്ങൾക്ക് പാസ്റ്റിൽ നടന്നിരുന്ന നിങ്ങളുടെ ചെറുപ്പകാലത്തിലുണ്ടായ സന്തോഷകരമായിട്ടുള്ള ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുവാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നുണ്ടാവും. അപ്പം അവരുമായി പങ്കിടുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫീലിംഗ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. പണ്ട് നടന്ന കാര്യങ്ങൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതിലൊരു സന്തോഷം കണ്ടെത്തുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്നൊരു വളരെയധികം കുട്ടിത്തം നിലനിൽക്കുന്നുണ്ടാവും. അതായത് വളരെ നിഷ്കളങ്കമായ ഒരു മനസ്സോടുകൂടിയായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. ഭൂതകാലത്തിൽ ഉണ്ടായ ഓർമ്മകളെ കുറിച്ച് നിങ്ങൾ അയവിറക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് നേരത്തെ താമസിച്ചിരുന്ന സ്ഥലങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ദൂരദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്നൊരു സന്തോഷം. അപ്പോൾ നമ്മുടെ ആ ഒരു ഓർമ്മകൾ, പഴയ ഓർമ്മ, നമുക്ക് സന്തോഷം തരുന്ന ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് നിങ്ങൾ ഇന്ന് എത്തപ്പെടുന്നു. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം സന്തോഷം കണ്ടെത്തുന്നതായിട്ടാണ് കാണുന്നത്. ചില ആളുകൾ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നുണ്ടാവാം, അവരുമായിട്ട് സംസാരിക്കുന്നുണ്ടാവാം, അവരുമായിട്ട് സന്തോഷം പങ്കിടുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനത്തേക്കൊരു എനർജിയാണ് കാണുന്നത്. പഴയ കാര്യങ്ങൾ പൊടിതട്ടിയെടുക്കുന്നു. അതായത് ചിലപ്പോൾ നിങ്ങൾ പണ്ട് ചെയ്ത് പകുതിക്കിട്ടിട്ട് പോയ എന്തെങ്കിലും കാര്യങ്ങൾ, അത് ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. എന്തായാലും വളരെ ഒരു നിഷ്കളങ്കമായ ഒരു ബാല്യകാലത്തിൽ ഉണ്ടായിരുന്ന ഒരു മനസ്സ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ആ ഒരു ഊർജവും ആ ഒരു മനസ്സും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടെന്നാണ് കാണുന്നത്. നിങ്ങൾ വളരെയധികം പോരാട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു ദിവസമാണ്. കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കാം ഇന്നത്തെ ദിവസം. എന്ത് കാര്യത്തിനും ചെറുത്ത് നിന്ന് തോൽപ്പിക്കാനുള്ളൊരു മനോധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വെല്ലുവിളികളെ വളരെ ഭംഗിയായി നേരിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നതാണ് നിങ്ങൾക്കുള്ള വിശ്വാസങ്ങൾ. നിങ്ങളാണ് കറക്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസങ്ങളാണ്, നിങ്ങളുടെ തീരുമാനങ്ങളാണ് ശരി എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് നിങ്ങൾ എത്തുന്നു. അത് വളരെ കറക്റ്റുമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങളെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതിൽ നിങ്ങൾ കൂടുതൽ ഊന്നൽ നൽകുന്നതായിട്ട് കാണുന്നു. മറ്റുള്ള ആളുകൾ നിങ്ങളെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ അതിലൊന്നും വീഴുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്.
നിങ്ങളുടെ ആശയങ്ങൾ എന്ത് ആശയങ്ങൾ ഉണ്ടെങ്കിൽ പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പല ആൾക്കാരും അതിനെതിരെ സംസാരിക്കാനും അതിനെതിരെ പറയാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് ആ കാര്യത്തിൽ ഉറച്ചു നിന്നിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടമാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം കാഴ്ചവെക്കുന്നത്. എത്ര എതിരാളികൾ വന്നാലും നിങ്ങൾക്ക് നിഷ്പ്രയാസം തോൽപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പൊരുതി നിങ്ങളുടെ അധികാരം അല്ലെങ്കിൽ നിങ്ങളുടെ ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. 3 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു വേർപിരിയല് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ നിങ്ങളെ അകന്നു പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകൾ നിങ്ങൾക്ക് അകന്നു പോരേണ്ടതായിട്ടുള്ള ഒരു വേർപിരിയലിന്റെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് ഒരു ചെറിയ സമയത്തേക്കുള്ള ഒരു വേദനയാണ് നിങ്ങൾക്ക്. എന്ത് കാര്യവും നമുക്കൊരു നഷ്ടപ്പെടൽ ഉണ്ടാവുമ്പോൾ നമുക്കൊരു വേദന തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ അതൊരു ചെറിയ സമയത്തേക്കാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിലും നല്ലത് അല്ലെ അതിലും വലുത് അതിലും സന്തോഷമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ സന്തോഷങ്ങൾ ചെറിയ വേദനകൾ നിങ്ങൾക്ക് തരുന്നത്. ചെറിയ നഷ്ടപ്പെടലുകൾ നിങ്ങൾക്ക് വലുത് നേടിയെടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതായത് ഒരു മഴ വന്ന് തോർന്നു പോകുന്ന ഒരു സമയത്തേക്കുള്ള ഒരു വേദന മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഉണ്ടാവുന്നുള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് വളരെ പ്യുവറായിട്ട് പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയ നേട്ടങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പഴയത് നഷ്ടപ്പെടുത്തിയേ മതിയാവൂ. അത് ചിലപ്പോൾ നമുക്ക് വേദനാജനകമായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ അതിനെ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന അത് വേദന തന്നെയാണ്. അപ്പം അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ചെറിയൊരു വേദന ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ കൂടുതലും ആഡംബരങ്ങളെ കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. അതുമൂലമുള്ള ഒരു നഷ്ടങ്ങളും ഉണ്ടാവാം. ചിലപ്പോൾ സാമ്പത്തിക നഷ്ടമായിരിക്കാം, ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം ആയിരിക്കാം. എന്തായാലും നിങ്ങളൊരു ചെറിയ നഷ്ടത്തിന്റെ വേദനയിൽ കൂടി ഇന്ന് കടന്നു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. 5 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആശയങ്ങളുടെ ഒരു അഭാവം അനുഭവപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. പല കാര്യങ്ങൾക്കും ആശയദാരിദ്ര്യം അനുഭവപ്പെടുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ചില ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് നിങ്ങൾക്ക് മാനസികമായിട്ടുണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ബ്രോഡായിട്ട് ചിന്തിക്കണം എന്ന് പറയുന്നത്. ചെറിയ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്. അതായത് നിങ്ങൾ വളരെ സങ്കുചിതമായ മനസ്സോടുകൂടി കാര്യങ്ങളെ കാണരുത്. വളരെ വിശാലമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഇല്ല. നിങ്ങളുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു ഉപദേശം സ്വീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികമായ എന്തെങ്കിലും ഞെരുക്കങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാനുള്ള വഴി കണ്ടെത്തുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന സമയത്ത്, എന്തെങ്കിലും സ്റ്റക്നെസ് അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ അവിടെ തളർന്നിരിക്കാതെ അതിനുള്ള മുന്നോട്ട് പോകാനുള്ള വഴി കണ്ടെത്തുക. അത് നമുക്ക് തെളിഞ്ഞു വരുന്നില്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ സഹായം തേടുകയോ മറ്റുള്ള എന്തെങ്കിലും ആളുകളുടെ ആശയങ്ങൾ സ്വീകരിക്കുകയോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അല്ലാതെ അവിടെ തളർന്നിരിക്കുകയല്ല വേണ്ടതെന്നാണ് പറയുന്നത്. ചില ആളുകൾക്ക് എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു ചെറിയ സമയത്തേക്ക് നമ്മളിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. അത് അടുത്ത ദിവസം തന്നെ മാറിപ്പോവും. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഹെൽത്ത് ഇഷ്യൂ വന്നതിൽ നമ്മൾ അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്കത് ഉടനെ തന്നെ മാറി ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ എത്തപ്പെടുന്നതാണ് കാണിക്കുന്നത്. എല്ലാം ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റക്നെസ് ആണ്. ഇപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന ആളുകൾക്ക് മനസ്സിലാക്കേണ്ടത് താൽക്കാലികമായിട്ടുണ്ടാകുന്ന സ്റ്റക്നെസ് ആണ്. അത് ഉടനെ തന്നെ മാറി നമ്മൾ പുതിയൊരു എനർജിയിലേക്ക് അടുത്ത ദിവസം തന്നെ പോകും.
ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഒരു ട്രാൻസ്ഫർമേഷൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു ട്രാൻസ്ഫർമേഷൻ ആണ്. നിങ്ങൾ പുതിയൊരു വഴികൾ കണ്ടെത്തുന്നു, പുതിയ പാതകൾ നിങ്ങളിലേക്ക് തുറന്നു വരുന്നു, പുതിയ ആശയങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. അത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാർമികമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ചെറിയ വേദന ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു വൈകാര്യമായിട്ടുള്ള ഒരു ടെൻഷനിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ അതെല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ ഊർജം, പുതിയ എനർജി, പുതിയൊരു ജീവൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. കാർമിക് സിറ്റുവേഷൻസ് എല്ലാം എൻഡായി പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനുള്ള എനർജി നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പുതിയ ഊർജത്തെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകാൻ പറയുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഒരു ഉയർന്ന ഊർജം നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നു എന്നാണ് പറയുന്നത്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങളിലേക്ക് വരുന്നത്. വളരെ ആവേശഭരിതമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രവർത്തനങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം വളരെ വേഗത്തിലുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വളരെ വേഗത്തിലാവുന്നു. സ്ട്രക്കായി നിന്ന ആൾക്കാരും വേദനയോടുകൂടി നിന്ന ആൾക്കാരും അതെല്ലാം മറന്ന് നിങ്ങൾ പുതിയൊരു ഉണർവിൽ, പുതിയൊരു ഊർജത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ആവേശകരമായ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ലക്ഷ്യബോധമാണ് നിങ്ങളുടെ മുന്നിൽ ലക്ഷ്യബോധം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ വരുന്ന തടസ്സങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. നിങ്ങൾ വളരെ സ്പീഡിൽ, വളരെ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. ദ്രുതഗതിയിലുള്ള പുരോഗതിയാണ് കാണുന്നത്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ പല കാര്യങ്ങളും സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വളരെ ഫ്ലോ ആയി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ചിലപ്പോൾ ചില ഡീലൊക്കെ സംസാരിച്ച് നമ്മൾ വെച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് ഒരു തീരുമാനത്തിലെത്താതെ അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം അതിനൊക്കെ ഒരു തീരുമാനത്തിലെത്തുകയും അതൊരു ഡീലിലേക്ക് പോവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം. കാരണം നമുക്ക് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കോൺസെൻട്രേഷൻ, ഒരു ശ്രദ്ധ എല്ലാ കാര്യത്തിലും ആവശ്യമാണ്. അത് യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഇത്രയും സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ വിട്ടുപോകരുത്, അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ റിസൾട്ട് കിട്ടാത്തതിൽ പരിഭവിക്കുന്ന ആളുകളാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ റിസൾട്ടിന് തൊട്ടരികയാണ്. നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിൻ്റെ ഫലം അത് നിങ്ങളിൽ എന്തായാലും എത്തപ്പെടും. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയൊരു രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും എത്തുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് അതിനകത്ത് കുറേ എഫേർട്ട് ഇട്ട് കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു മൂവ്മെൻ്റ് ഇല്ല എന്ന് നമ്മൾ വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളിടുന്ന എഫേർട്ടിന് ഇന്നല്ലെങ്കിൽ നാളത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടിയിരിക്കും. നമ്മൾ എന്ത് എനർജിയാണോ അതിനകത്ത് ഇടുന്നത് അതിനൊരു റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടിയിരിക്കും. അപ്പോൾ നിങ്ങളിത് കുറച്ച് നാൾ നമ്മൾ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് അത് ഉപേക്ഷിച്ച് കളയരുത്. നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് റിസൾട്ട് എന്തായാലും ഉണ്ടാവും. ആ റിസൾട്ട് ഉണ്ടാവുമ്പോൾ നമ്മൾ ഇത്രയും നാൾ ഉണ്ടായ സ്ട്രഗിൾ എല്ലാം മറക്കുന്ന വിധത്തിലുള്ള ഒരു റിസൾട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുക. ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ ഫലം കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാത്തിനും ഒരു റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണുന്നത്. പരിശ്രമത്തിൻ്റെ ഫലം എന്തായാലും കിട്ടും. അത് തന്നെയാണ് ഈ കാർഡും പറയുന്നത്. കഠിനാധ്വാനം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. നിങ്ങൾ ആ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ഇരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിരുത്സാഹപ്പെടാതെ മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട നേട്ടങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ പല കാര്യങ്ങളും കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റെ അവസരങ്ങൾ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നേരത്തെ പല കാര്യങ്ങളും പഠിക്കണം എന്ന
ആഗ്രഹമുണ്ടായിരുന്ന ആളുകൾക്ക് ചിലപ്പോൾ പല സാഹചര്യങ്ങൾ മൂലം നമുക്കത് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ പാഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമുക്ക് കടന്നു വരുന്നത്. നിങ്ങളുടെ പാഷനെ നിങ്ങൾ ബിസിനസ് ആക്കുന്നു. നിങ്ങൾക്ക് മനസ്സിൽ സന്തോഷമുണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് മാനസികമായ സന്തോഷം കൂടാതെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിവാർഡ്സും കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നിങ്ങൾ പൂർണ്ണമായും അർപ്പണബോധത്തോടുകൂടി ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും യൂണിവേഴ്സ് തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്ന റീഡിങ്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ എനിക്ക് കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.